നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ ആശങ്കയിലാണ് പ്രവാസികൾ. സ്കൂൾ അവധിയും വിഷു പെരുന്നാൾ ഉത്സവ സീസണും ഒരുമിച്ചെത്തിയതോടെ നിരവധി പ്രവാസികളാണ് നാട്ടിലേക്ക് തിരിക്കാൻ ഒരുങ്ങിയത്. എന്നാൽ കുത്തനെ ഉയർന്ന ടിക്കറ്റ് നിരക്ക് കണ്ട് പലരും നാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കുകയായിരുന്നു. അവസരം മുതലാക്കി ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തുന്ന വിമാന കമ്പനികളുടെ ഈ സ്ഥിരം പരിപാടിയിൽ പ്രവാസികൾ പ്രതിഷേധത്തിലാണ്. എന്നാൽ താരതമ്യേന അത്ര കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് കിട്ടാത്ത ഒമാൻ കേരള സെക്ടറുകളിലേക്ക് കുറഞ്ഞ നിരക്കാണ് യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പകുതി നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് പ്രവാസി മലയാളികൾ. പെരുന്നാളിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ വരെ 50 റിയാലിന്റെ താഴെ മാത്രമാണ് ടിക്കറ്റ് നിരക്ക്. ഒമാൻ കേരള സെക്ടറുകളിലേക്ക് മുൻ വർഷങ്ങളിൽ 3 ഇരട്ടി വരെ ടിക്കറ്റ് നിരക്ക് ഉയർന്നിരുന്ന റമദാനിലെ അവസാന ദിനങ്ങളിലും ഇത്തവണ താരതമ്യേന കുറഞ്ഞ ചിലവിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ് വിമാന ടിക്കറ്റ് നിരക്ക് കുറവുള്ളത്. ടിക്കറ്റ് നിരക്ക് കൂടുതൽ തിരുവനന്തപുരത്തേക്കാണ്. സലാലയിൽ നിന്നുള്ള നിരക്കുകളിലും വലിയ വർധന ഇത്തവണയില്ല. എയർ ഇന്ത്യ എക്സ്പ്രസിൽ മസ്കറ്റിൽ നിന്നും കോഴിക്കോടേക്ക് ഏപ്രിൽ 18 വരെ 37 റിയാലിന് ടിക്കറ്റുകൾ ലഭ്യമാണ്. മസ്കറ്റ് കണ്ണൂർ റൂട്ടിൽ ഏപ്രിൽ 17 35 റിയാലാണ് ടിക്കറ്റിന് ചിലവ് വരുന്നത്. തിരുവനന്തപുരം സെക്ടറിൽ ഏപ്രിൽ 18 വരെ 42 റിയാലിൽ താഴെയാണ് നിരക്ക്. അതേസമയം ടിക്കറ്റ് നിരക്ക് കുറവാണെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പെരുന്നാളിന് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തവർ കുറവാണെന്ന് ട്രാവൽ ഏജൻസികൾ പറയുന്നു. എന്നാൽ ഒമാനിൽ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചത് ടിക്കറ്റ് നിരക്ക് ഉയർന്നേക്കുമെന്നും ട്രാവൽ ഏജൻസികൾ പറയുന്നു. അതേസമയം കേരളത്തിലെ പ്രധാനപ്പെട്ട 2 സെക്ടറുകളിലേക്ക് വമ്പൻ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. കൊച്ചി, കോഴിക്കോട് എന്നീ സെക്ടറുകളിലേക്കാണ് നിരക്ക് ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 240 റിയാലിന് വൺ വേ ടിക്കറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗദിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സർവീസ് കേരളത്തിലേക്കുണ്ട്. ഇന്ത്യൻ രൂപ 5500 താഴെ വരും നിരക്ക്. കിഴക്കൻ സൗദിയിൽ നിന്നും കോഴിക്കോട് സെക്ടറിലേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്ക് 240 റിയാൽ ഓഫർ ഈ മാസം പല ദിവസങ്ങളിലും ലഭിക്കും. ഏപ്രിൽ 25, 26 ദിവസങ്ങളിൽ 240 റിയാലിന് ടിക്കറ്റ് ലഭിക്കും. ഏപ്രിൽ 27, 30 തീയതികളിൽ 350 റിയാലിനും ദമാമിൽ നിന്ന് കരിപ്പൂരിലേക്ക് ടിക്കറ്റുകൾ ലഭിക്കും. രാത്രി 12:10 ദമാമിൽ നിന്ന് വരുന്ന വിമാനം രാവിലെ 7:05 കോഴിക്കോട് എത്തും. ഹാൻഡ് ബാഗിന് പുറമെ 30 കിലോ ലഗേജും കൊണ്ട് പോകാൻ സാധിക്കും. ദമാമിൽ നിന്ന് കൊച്ചിയിലേക്ക് ഏപ്രിൽ 11 മാത്രമാണ് ഈ ഓഫർ ലഭിക്കുക. ആഴ്ചയിൽ ഒരു സർവീസ് മാത്രമാണ് കൊച്ചിയിലേക്ക് നടത്തുക. ദമാമിൽ നിന്ന് എക്സ്പ്രസ് സർവീസ് മാത്രമേ കൊച്ചിയിലേക്ക് നടത്തുന്നുള്ളൂ. ഏപ്രിൽ 25 നിരക്ക് കുറവ് കാണിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ 500 റിയാൽ വരെ കാണിക്കുന്നുണ്ട്. ടിക്കറ്റുകൾ വാങ്ങാനായി ട്രാവൽ ഏജൻസികളെയോ അല്ലെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റ് സന്ദർശിക്കാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.